മകരവിളക്ക് ദർശന പുണ്യം കാത്തുള്ള കാത്തിരിപ്പിലാണ് ഭക്തലക്ഷങ്ങൾ. ആ പുണ്യമുഹൂർത്തത്തിനായുള്ള കാത്തിരിപ്പിലാണ് മണ്ണും വിണ്ണും. തിരുവാഭരണ ഘോഷയാത്ര വൈകിട്ട് സന്നിധാനത്ത് എത്തും. തിരുവാഭരണം ചാർത്തി അയ്യന് ദീപാരാധന നടക്കും. 1.5 ലക്ഷത്തോളം ഭക്തർ ദർശനത്തിനെത്തുമെന്നാണ് പ്രതീക്ഷ. 2:50 മകരസംക്രമ പൂജകൾക്ക് തുടക്കമാകുക. മകരവിളക്കിന്റെ സമഗ്ര കവറേജാണ് ടീം ജനം ഒരുക്കുന്നത്. സന്നിധാനത്ത് നിന്ന് ഗോകുൽ രമേശാണ് ആദ്യം ചേരുന്നത്. ഗോകുൽ, ഭക്തിസാന്ദ്രമാണ്, എങ്ങും കണ്ണു നട്ടിരിക്കുകയാണ്. ആ പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന മകരവിളക്കിനായി പൊന്നമ്പലവാസന്റെ മണ്ണും വിണ്ണും അക്ഷരാർത്ഥത്തിൽ കാത്തിരിക്കുകയാണ് ആ പുണ്യമുഹൂർത്തത്തിനായി. എന്തെല്ലാം ഒരുക്കങ്ങളാണ് അവിടെ പൂർത്തിയായിരിക്കുന്നത് ഗോകുൽ? മണിക്കൂറുകൾ മാത്രമാണ് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി ദർശിക്കുവാനായിട്ട് അവശേഷിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് കണ്ണും കാതും നട്ട് ലക്ഷോപലക്ഷം തീർത്ഥാടകർ കാത്തിരിക്കുകയാണ്. ശബരിമലയിലും സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും പൂങ്കാവനത്തിൻ്റെ പല ഭാഗങ്ങളിലും പർണശാലകൾ കെട്ടി ദിവസങ്ങൾക്ക് മുന്നേ മുതൽ തന്നെ തീർത്ഥാടകർ ആ ഒരു പുണ്യജ്യോതി ദർശനത്തിന് വേണ്ടിയിട്ട് ഏകദേശം നിമിഷങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഇന്ന് വൈകിട്ട് ദീപാരാധന കഴിഞ്ഞ് ക്ഷേത്രനട തുറക്കുന്നതോടുകൂടി അങ്ങ് കിഴക്ക് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി ദർശനം സാധ്യമാകും. ആകാശത്ത് മകരനക്ഷത്രവും അതേസമയം തന്നെ തീർത്ഥാടകർക്ക് ദർശനമൊരുക്കുകയും ചെയ്യും. എന്തായാലും മകരവിളക്ക് ചടങ്ങുകൾക്ക് ഏറ്റവും പ്രധാനം തിരുവാഭരണ ഘോഷയാത്രയാണ്. ആ തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്ത് പ്രവേശിക്കുന്ന വേളയിലാണ് ഇത്തരത്തിൽ അയ്യപ്പന് ആ തിരുവാഭരണങ്ങൾ ചാർത്തി ദീപാരാധനയ്ക്ക് വേണ്ടി നടയടക്കുന്നത്. ആ തിരുവാഭരണങ്ങളും വഹിച്ചുകൊണ്ടുള്ള തിരുവാഭരണ ഘോഷയാത്ര അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നിലവിൽ അവസാന ദിവസം, 3ാമത്തെ ദിവസമായിട്ടുള്ള ഇന്നത്തെ യാത്ര ലാഹയിലുള്ള വനംവകുപ്പിന്റെ സത്രത്തിൽ നിന്നും ആരംഭിച്ച് പ്ലാപ്പള്ളി, നിലയ്ക്കൽ, അട്ടത്തോട് പിന്നിട്ട് കാനനപാതയിലേക്ക് കടന്നിരിക്കുകയാണ്. കാനനപാത വഴി സഞ്ചരിച്ച് അത് ഉച്ചയ്ക്ക് ശേഷം തിരുവാഭരണ ഘോഷയാത്ര നീലിമലയിൽ എത്തിച്ചേരും. നീലിമലയിൽ നിന്ന് പിന്നീട് പരമ്പരാഗത കാനനപാത വഴി ശബരിമല സന്നിധാനം ഡൽഹിയിലാക്കി തിരുവാഭരണ ഘോഷയാത്ര മുന്നോട്ട് പോകും. ചരൽകുത്തിയിൽ വെച്ചുകൊണ്ട് ആചാരപരമായിട്ടുള്ള സ്വീകരണം ലഭിക്കുമ്പോൾ തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് നൽകും ചേർന്ന വാദ്യകാലങ്ങളുടെ അകത്ത് തിരുവാഭരണങ്ങളെ ആനയിക്കും. തുടർന്ന് 18ാം പടി കയറി 1ാമത്തെ പേടകം ശബരിമല ശ്രീധർമ്മശാസ്താവിന്റെ ക്ഷേത്ര ശ്രീകോവിലിനുള്ളിലേക്ക് കൊണ്ടുപോകും. തുടർന്ന് അതിൽ നിന്നുള്ള 1ാമത്തെ പേടകത്തിനുള്ളിലുള്ള ആ തിരുവാഭരണങ്ങൾ ഭഗവാന് ചാർത്തി നടയടക്കുകയാണ്. തുറക്കുമ്പോൾ ആ തിരുവാഭരണങ്ങൾ ചാർത്തി സർവാഭരണ വിഭീഷിതനായിട്ടുള്ള വില്ലാളീവരനായിട്ടുള്ള പന്തളത്തിന്റെ രാജകുമാരനായിട്ടുള്ള അയ്യപ്പനെയായിരിക്കും ഭക്തർക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കുക. തുടർന്ന് അതേ നിമിഷം തന്നെ ആ ശ്രീകോവിലിന് നേരെ എതിർവശം പൊന്നമ്പലമേട്ടിൽ അങ്ങ് വാനി ആ കാനന നീലിമയിൽ ആ പൊന്നമ്പല ദർശനം അല്ലെങ്കിൽ ആ മകരജ്യോതി ദർശനവും അതേ നിമിഷം തന്നെ സാധ്യമാവുകയും ചെയ്യും. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ശബരിമല ആ മകരവിളക്ക് ദർശനത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. സന്നിധാനം മാത്രമല്ല, പമ്പ, നിലയ്ക്കൽ ഉൾപ്പെടുന്ന സന്നിധാനത്തിന്റെ പൂങ്കാവനത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഏതൊക്കെ ഭാഗങ്ങളിലാണോ മകരജ്യോതി ദർശനം സാധ്യമാകുന്നത് അവിടെയൊക്കെ തീർത്ഥാടകർ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുന്നേ മുതൽ തന്നെ പർണശാലകൾ കെട്ടി ഈ മകരജ്യോതി ദർശനത്തിന് വേണ്ടി കണ്ണുനട്ട് കാത്തിരിക്കുകയാണ്. എന്തായാലും അവരുടെയൊക്കെ ആ ഒരു കാത്തിരിപ്പിന് വിരാമമാകുവാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. വലിയ ഭക്തി നിറഞ്ഞ അന്തരീക്ഷത്തിൽ തന്നെയാണ് ശബരിമലയും പൂങ്കാവനവും എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നു. ഒപ്പം പമ്പയും നിലയ്ക്കലും നക്ഷത്രത്തിന് തീർത്ഥാടകർ പാർക്കിംഗ് ഗ്രൗണ്ടുകളൊക്കെ പൂർത്തിയായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എരുമേലിയിൽ നിന്നടക്കം തീർത്ഥാടകരുടെ വാഹനങ്ങൾ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് കടത്തിവിടാൻ സാധിക്കുകയില്ല. നേരത്തെ ഇന്നലെ ഉച്ച മുതൽ തന്നെ തീർത്ഥാടകരുടെ വാഹനങ്ങൾ എരുമേലിയിൽ അടക്കം തടഞ്ഞിട്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയിട്ടുണ്ട്. കാരണം ബേസ് ക്യാമ്പായിട്ടുള്ള നിലയ്ക്കലും പമ്പയും ഒക്കെ തന്നെ തീർത്ഥാടകരുടെ വാഹനം നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി മകരജ്യോതി ദർശനത്തിന് ശേഷം മാത്രമേ എരുമേലിയിൽ നിന്നടക്കമുള്ള തീർത്ഥാടകരുടെ വാഹനങ്ങൾ കടത്തിവിടുകയുള്ളൂ. ഏറ്റവും പ്രധാനം സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ്. നിലവിൽ പോലീസിന്റെയും മറ്റ് സേനാ വിഭാഗങ്ങളുടെയും നേതൃത്വത്തിൽ കൃത്യമായിട്ട് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ വിലയിരുത്തുന്നുണ്ട്. മകരജ്യോതി ദർശനം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ തീർത്ഥാടകരെ മലയിറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ്. അവർക്ക് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാത്ത രീതിയിൽ പെട്ടെന്ന് തന്നെ മലയിറങ്ങി അതാത് അവരവരുടെ നാടുകളിലേക്ക് മടങ്ങിപ്പോകണമെന്നുള്ള നിർദ്ദേശം കൃത്യമായിട്ട് തീർത്ഥാടകർക്ക് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് നൽകുകയും ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ മറ്റ് സന്നിധാനങ്ങളിൽ തീർത്ഥാടകർ കൂടി നിൽക്കുന്ന ഭാഗങ്ങളിൽ ഭക്ഷണപാകം ചെയ്ത് തീ കൂട്ടരുത് തുടങ്ങിയിട്ടുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ക്രമീകരണങ്ങളും അതിന്റെ അവസാന ഘട്ടത്തിൽ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് മകരജ്യോതി ദർശനത്തിന് വേണ്ടിയിട്ട്. ഒപ്പം തിരുവാഭരണ ഘോഷയാത്ര അല്പസമയത്തിനകം തന്നെ സന്നിധാനത്തിന്റെ സമീപ പ്രദേശമായിട്ടുള്ള നീലിമലയിലേക്ക് പ്രവേശിക്കും. ആ തിരുവാഭരണങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും തയ്യാറായിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ തന്ത്രിയുടെ അനുജ്ഞ വാങ്ങിക്കൊണ്ട് ആ തിരുവാഭരണങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള സംഘം 18ാം പടി കയറി 18ാം പടി ഇറങ്ങി നേരെ ചരംകുത്തി ലക്ഷ്യമാക്കി പോകും. അവരവിടെ ചരമത്തിൽ
ഭക്ത സഹസ്രങ്ങളുടെ ഗോകുൽ തുടരുക. ഇപ്പോൾ സന്നിധാനത്ത് നിന്ന് അരുൺ കൊടുങ്ങൂരും മിഥുൻ മുരളിയും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അരുൺ, അവിടെ ശുദ്ധിക്രിയകൾ എല്ലാം പൂർത്തിയായി എന്നാണ് കരുതുന്നത്. 2:45 നട തുറന്ന് മകരസംക്രമ പൂജ നടക്കാൻ പോകുകയാണ്. അതിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. അരുൺ. തീർച്ചയായും അരുൺ ചേട്ടാ, മകരസംക്രമ പൂജയ്ക്കുള്ള ഒരുക്കങ്ങളിലേക്കാണ്. ഭക്തരുടെ ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ഈ പൂർണ്ണതയിലേക്ക് എത്താൻ പോകുന്നത്. ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഈ പൊരിവെയിലത്ത് പർണശാലകളിൽ കാത്തിരിക്കുന്ന ഭക്തർക്കെല്ലാം ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. അത് അയ്യപ്പസ്വാമി എന്ന അയ്യപ്പസ്വാമിയുടെ ദിവ്യ ജ്യോതി ദർശിക്കുക എന്നുള്ളതാണ്. തിരുവാഭരണ വിഭൂഷിതനായിട്ടുള്ള ഭഗവാൻ വൈകിട്ട് 6:30 ദീപാരാധന, 6:40 ദീപാരാധന നടക്കുമ്പോൾ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. മകരസംക്രമ പൂജ നടക്കാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണുള്ളത്. തീർച്ചയായും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലക്ഷോപലക്ഷം ഭക്തരാണ് ഈ മകരവിളക്ക് കാണാനുള്ള എല്ലാ ഇടങ്ങളിലും അങ്ങനെ തമ്പടിച്ച് നിൽക്കുന്നതിലും ആ ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് ഭക്തസഹസ്രങ്ങളുള്ളത്. നമുക്കറിയാം, വരുന്ന വഴിയിലൊക്കെ തന്നെ പുലർച്ചെ വലിയ തണുപ്പായിരുന്നു, മഞ്ഞു പെയ്യുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള അസഹനീയമായ ചൂട്. പക്ഷേ അതൊക്കെ ഭഗവാൻ എന്നുള്ള ഒരു വികാരത്തിൽ, അല്ലെങ്കിൽ ഭഗവാനോടുള്ള ഒരു അചഞ്ചലമായ ഭക്തി, ഈ മുന്നിലുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധിയിൽ കുടിക്കാൻ വെള്ളം കിട്ടാതെ വരുന്ന സാഹചര്യം, ഭക്ഷണമില്ലാത്ത സാഹചര്യം, ഈ തറയിൽ കിടന്നുറങ്ങേണ്ട ഒരവസ്ഥ, ആ അവസ്ഥയൊക്കെ തന്നെ 3-4 ദിവസങ്ങളായി 3 ലക്ഷത്തിലധികം ഭക്തർ ഈ മകരജ്യോതി, മകരവിളക്ക് കാണാവുന്ന എല്ലാ ഇടങ്ങളിലും, തിരുവാഭരണം വരുന്ന വഴികളിലും ഒക്കെ തന്നെയുണ്ട്. അവർക്കെല്ലാം ഒരേ ഒരു ലക്ഷ്യം, ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. ആയുസിൽ ഒരു തവണയെങ്കിലും ഈ മണ്ണിൽ ഭഗവാന്റെ മുന്നിൽ തിരുവാഭരണ വിഭൂഷിതനായ ഇന്ദ്രനീലമിഴികളോടെ നിൽക്കുന്ന ആ ഭഗവാന്റെ മുന്നിലേക്ക് ഒന്ന് എത്തുക എന്നുള്ളത്, ഭഗവാന്റെ മുന്നിലേക്ക് ആ ദിവസം, ഈ സംക്രമ ദിവസം എത്തുക എന്നുള്ളത് പൊന്നമ്പലവാസന്റെ മണ്ണിലും വിണ്ടിലും ഇന്ന് മകരവിളക്കിന്റെ പുണ്യമാണ്. അല്പസമയത്തിനകം മകരസംക്രമ പൂജ നടക്കാൻ പോകുകയാണ്. അതിനായി സന്നിധാനത്ത് ശുദ്ധിക്രിയകൾ എല്ലാം പൂർത്തിയായി കഴിഞ്ഞു. 1.5 ലക്ഷത്തോളം ഭക്തർ മല കയറിയിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. തിരുവാഭരണ ഘോഷയാത്രയാണ് ഇനി വരാൻ പോകുന്നത്. ഭക്തിസാന്ദ്രമായ ആ തിരുവാഭരണ ഘോഷയാത്ര വൈകിട്ട് 6:25 സന്നിധാനത്ത് എത്തുക. മിഥുൻ മുരളിയും അരുൺ കൊടുങ്ങൂരും ഒപ്പം ചേരുന്നുണ്ട്. അരുൺ, തുടരാം നമുക്ക്. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പറഞ്ഞു വന്ന പോലെ തന്നെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു ആത്മീയ അനുഭൂതി, അത് ഇവിടെ നിന്നെങ്കിൽ മാത്രമേ എന്താണ് ആ അനുഭവം, നമ്മൾ എത്രയൊക്കെ വാക്കുകൾ കൊണ്ട്, എത്ര മനോഹരമായ വാക്കുകൾ കൊണ്ട് നമ്മൾ പറഞ്ഞാലും അതൊരിക്കലും അത് കുറഞ്ഞു പോവുകയുള്ളൂ. കാരണം അതാണ് മുൻജന്മ സുഹൃതം, അല്ലേ? തീർച്ചയായും അനുഭവിച്ചറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. എത്ര പറഞ്ഞാലും വാക്കുകൾക്ക് അതീതമായി പോകുന്ന ചില കാര്യങ്ങളുണ്ട്. ആ ഒരു കാഴ്ചയാണ് നമ്മളിവിടെ ഈ സന്നിധാനത്ത് നിന്ന് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത്. ഒരു ദിവസം, ഈ ഒരു വിശേഷ ദിവസം ഇവിടെ നിൽക്കാൻ സാധിക്കുക, ഈ ഭഗവാന്റെ സാന്നിധ്യമുള്ള ഈ ഒരു പ്രത്യേക വിശിഷ്ട ദിവസത്തിൽ ഒരു സാന്നിധ്യം ഭക്തന് ഇവിടെ ഉറപ്പിക്കാൻ സാധിക്കുക എന്നൊക്കെ പറയുന്നത്, ഒരു നിമിഷമെങ്കിലും നിൽക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരു മുൻജന്മ പുണ്യമായിട്ടാണ്. അത്രയും ആത്മസംതൃപ്തിയോട് കൂടിയാണ് ഭക്തർ കരുതുന്നത്. അതുകൊണ്ടാണ് ഈ ലക്ഷോപലക്ഷം ഭക്തരെ നമ്മൾ ഈ പർണശാലകളിലെല്ലാം കാണുന്നത്. ചൂടും തണുപ്പും എല്ലാം സഹിച്ചുകൊണ്ട് ത്യാഗ മനോഭാവത്തോടും. ഇന്നലെ രാത്രിയിൽ ആ തണുപ്പത്ത് കിടന്നുറങ്ങിയ ഭക്തരെ കണ്ടു. ഇന്ന് പൊരി വെയിലത്ത് പർണശാലകളിൽ ഭജനയും അയ്യപ്പ സ്തുതികളുമായി ഇരിക്കുന്ന ഭക്തരെ കണ്ടു. അവർക്കൊക്കെ ഇനി ആ നിർവൃതി എന്ന് പറയുന്നത് അയ്യപ്പ ജ്യോതി ദർശനമാണ്. മുഖത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം അവർക്ക് ഒരു ക്ഷീണമില്ല, ആ മുഖത്തൊരു പുഞ്ചിരി. അവർക്കറിയാം ആ ഒരു വലിയ ഊർജം, വലിയൊരു ഭഗവാൻ എന്നുള്ള ഊർജം എല്ലായിടത്തും ഭഗവാൻ ഉണ്ട് എന്നുള്ളതാണല്ലോ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ പർണശാലകളിലൊക്കെ തന്നെ നാമജപങ്ങളുമൊക്കെ ആയി ഈ ഭഗവാന്റെ മുന്നിലേക്ക് എത്തുന്ന ആ ഒരു ഭക്തരെ എല്ലാം തന്നെ വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇനി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നട തുറക്കും. ആ നട തുറക്കുന്നതിനായുള്ള കാത്തിരിപ്പിലാണ് ഏറ്റവും പ്രധാന. അയ്യനൊപ്പം പമ്പാസദ്യ കഴിച്ച് ശബരിമലയുടെ തീർത്ഥമായ പമ്പയിൽ ആരതിയൊഴിഞ്ഞ് പൂർത്തീകരിക്കുകയാണ് അവിടെ അനുഭവപ്പെടുന്നത്. ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഓരോ ഭക്തനും കാത്തിരിക്കുകയാണ്. ശരണമയ്യപ്പ പൊന്നമ്പലമേടേ, ശരണമയ്യപ്പ പമ്പാ നദിയേ, ശരണമയ്യപ്പ സ്വാമിയുടെ തിരുവാഭരണമേ, ശരണമയ്യപ്പ മാളികപ്പുറത്തമ്മയേ, ശരണമയ്യപ്പ ശരണമയ്യപ്പ
മാന്യ പ്രേക്ഷകരെ, തിരുവാഭരണ പേടകങ്ങൾ ശബരിമല സന്നിധാനം ലക്ഷ്യമിട്ടുകൊണ്ട് യാത്ര തുടരുകയാണ്. പ്രേക്ഷകർക്കറിയാവുന്നതുപോലെ തന്നെ ഇന്നിപ്പോൾ മകരവിളക്കുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക തത്സമയ സംപ്രേഷണം ജനം ടിവിയുടേത് ആരംഭിക്കുകയാണ് ഈ 2 മണി മുതൽ. മകരജ്യോതി ദൃശ്യമാകുന്ന ഏതാണ്ട് 9ഓളം സ്ഥലങ്ങളിൽ നിന്നുള്ള തത്സമയ വിവരണങ്ങൾ ശബരിമല സന്നിധാനത്ത് നിന്നും, സോപാനത്ത് നിന്ന്, മാളികപ്പുറത്ത് നിന്ന്, ഒപ്പം പമ്പ, പുല്ലുമേട് തുടങ്ങി മകരജ്യോതി ദർശനത്തിനായി അയ്യപ്പ ഭക്തന്മാർ ഓരോ വർഷവും തമ്പടിക്കുന്ന, പർണശാലകൾ തീർക്കുന്ന ഓരോ സ്ഥലങ്ങളിലെയും സ്പന്ദനങ്ങൾ ഓരോ നിമിഷത്തിലും പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ വളരെ വിശാലമായ ലൈവ് ടെലികാസ്റ്റ് സ്വാമി അയ്യപ്പൻ്റെ മണ്ണിൽ നിന്നും ഞങ്ങൾ ആരംഭിക്കുന്നത്. മുഴുവൻ പ്രേക്ഷകരെയും ഈ മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ചുള്ള തത്സമയ സംപ്രേഷണത്തിലേക്ക് അയ്യപ്പ ഭക്തൻ്റെയും മനസ്സ് ശബരിമല സന്നിധാനത്താണ്. ഇന്ന് മകരസംക്രമ ദിനമാണ്. ധനുരാശിയിൽ നിന്ന് മകരം രാശിയിലേക്കുള്ള സൂര്യൻ്റെ പ്രവേശനമാണ് മകരസംക്രമം എന്ന നിലയിൽ നാം ആഘോഷിക്കുന്നത്. കേരളത്തിൽ ശബരിമല ക്ഷേത്രത്തിൽ നടക്കുന്ന ഈ മഹോത്സവം, മകരവിളക്ക്, അതോടൊപ്പം തന്നെ മകരവിളക്കിന് ശേഷം നടക്കുന്ന എഴുന്നള്ളത്ത്, അങ്ങനെ വളരെ വിശാലമായി കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ശബരിമലയുമായി ബന്ധപ്പെട്ടാണ് മകരവിളക്ക് ആഘോഷം കൊണ്ടാടുന്നത്, മകരസംക്രമ ദിനം കൊണ്ടാടുന്നതെങ്കിൽ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിശേഷാൽ പൂജകളായും വിവിധ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ആചാരാനുഷ്ഠാനങ്ങൾ, ഗംഗാനദിയുടെ തീരത്ത് നടക്കുന്ന പ്രത്യേക സ്നാനങ്ങൾ, അങ്ങനെ ഭാരതത്തിൻ്റെ ഒരു ഏകതയുടെ സ്വഭാവം കൂടി പ്രകടമാക്കുന്ന ഒരു മഹോത്സവമാണ് മകരസംക്രാന്തി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാന്യ പ്രേക്ഷകർ കാണുന്നത് പൊന്നു 18-ാം പടി കടന്ന് അയ്യപ്പ ഭക്തന്മാർ സ്വാമി അയ്യപ്പനെ തൊഴുതു വണങ്ങുന്നതിനായി കയറിപ്പോകുന്ന ദൃശ്യമാണ്. മകരവിളക്ക് ദിനത്തിൽ പതിവ് പോലെ വലിയ ഭക്തജന തിരക്ക്. പൂഴിമണ്ണ് വാരിയിട്ടാൽ അത് നിലത്ത് വീഴാത്ത വിധത്തിലുള്ള ഭക്തജന പ്രവാഹമാണ് ശബരിമല സന്നിധാനത്തും അതോടൊപ്പം മകരജ്യോതി ദൃശ്യമാകുന്ന ഏതാണ്ട് 9ഓളം സ്ഥലങ്ങളിലും. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം 18-ാം പടിക്ക് ചുറ്റും പോലീസ് അയ്യപ്പന്മാരും അതോടൊപ്പം തന്നെ കേന്ദ്രസേനയുടെ ഉദ്യോഗസ്ഥരുമുണ്ട്. കാരണം അഭൂതപൂർവമായ ഭക്തജന തിരക്ക് ഉള്ളതിനാൽ വലിയ തോതിലുള്ള നിരീക്ഷണങ്ങൾ, നിയന്ത്രണങ്ങൾ ശബരിമല സന്നിധാനത്തും പമ്പയിലും ഹിൽ ടോപ്പിലും പുല്ലുമേട്ടിലും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ വലിയ തോതിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ ദിവസം ശബരിമലയിലും പരിസര പ്രദേശത്തും ഒരുക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അയ്യപ്പൻ്റെ പൂങ്കാവനമാകെ ഈ മകരജ്യോതി ദർശിക്കുവാനായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം കൊടിമരവും അതോടൊപ്പം തന്നെ മുഖമണ്ഡപവും ഒക്കെ അടങ്ങുന്ന തിരുമുറ്റത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ്. ആ തിരുമുറ്റത്ത് ഇന്നിപ്പോൾ വിശിഷ്ട വ്യക്തികളെ മാത്രമാണ് മകരജ്യോതി സമയത്ത് അവിടെ നിർത്തുക. അല്പസമയത്തിനകം മകരസംക്രമ പൂജ നടക്കാൻ പോകുന്നു. അതിനുവേണ്ടിയുള്ള അവസാനഘട്ട ഒരുക്കങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് വൈകുന്നേരം 6 മണിയോടുകൂടി തിരുവാഭരണ പേടകങ്ങൾ 3 പേടകങ്ങൾ ശരംകുത്തിയിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയ ശേഷം പിന്നീട് ശബരിമല സന്നിധാനത്തേക്കെത്തും. നമുക്കറിയാം ധനുമാസം 28-ാം തീയതിയാണ് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നും തിരുവാഭരണ പേടകങ്ങൾ വാനത്ത് വട്ടമിട്ട് പറക്കുന്ന ദേവസാന്നിധ്യം വിളിച്ചോതുന്ന ശ്രീകൃഷ്ണ പരന്തിനെ സാക്ഷ്യമാക്കി ആ തിരുവാഭരണ പേടകങ്ങൾ ശബരിമലയിലേക്ക് യാത്ര തുടങ്ങി. നൂറ്റാണ്ടുകൾക്ക് മുൻപ് സ്വാമി അയ്യപ്പൻ തൻ്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ച ശേഷം പന്തളത്ത് നിന്നും ശബരിമലയിലേക്ക് എത്തിയ അതേ കാനനപാതയിലൂടെയാണ് നൂറ്റാണ്ടുകൾക്കിപ്പുറം ഇത്രയും പുരോഗതി വന്ന ഈ നാളുകളിൽ പോലും തിരുവാഭരണ പേടകങ്ങൾ എത്തുന്നത് എന്നതാണ് ആ യാത്രയുടെ ഏറ്റവും വലിയ സവിശേഷത. ഇന്നിപ്പോൾ തിരുവാഭരണം 3-ാം ദിവസം യാത്ര തുടങ്ങിയിരിക്കുന്നു. ഇന്നലെ 2-ാം ദിവസം രാത്രി ലാഹ സത്രത്തിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഗസ്റ്റ് ഹൗസിലാണ്, അവിടെയാണ് 2ാമത്തെ ദിവസം ക്യാമ്പ് ചെയ്യുന്നത്. അങ്ങനെ 3-ാം ദിവസം പുലർച്ചെ 2 മണിക്ക് ആരംഭിച്ച തിരുവാഭരണ പേടകങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര വൈകുന്നേരം 5 മണിയോടുകൂടി ശരംകുത്തിയിലെത്തും. അവിടെ അയ്യപ്പ സേവ സംഘത്തിൻ്റെയും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള വലിയ സ്വീകരണമുണ്ട്. ആ സ്വീകരണത്തിന് ശേഷമാണ് പിന്നീട് വാദ്യമേളങ്ങളുടെയും തീവട്ടിയുടെയും ഒക്കെ അകമ്പടിയോടുകൂടി ആ 3 പേടകങ്ങൾ ശബരിമല സന്നിധാനത്തേക്ക് എത്തുക. അതിൽ ആദ്യം വരുന്ന പേടകം നമുക്കറിയാം, അതിലാണ് സ്വാമി അയ്യപ്പൻ്റെ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണങ്ങൾ അടങ്ങിയിട്ടുള്ളത്. ഒരു മകനെ യോദ്ധാവായി കാണാൻ ആഗ്രഹിച്ച വളർത്തച്ഛൻ നൽകുന്ന രാജമുദ്രയുള്ള ആഭരണങ്ങളാണ്. അപ്പോൾ കൊമ്പം മീശയോടുകൂടിയുള്ള യോദ്ധാവായി മകനെ കാണണമെന്ന അച്ഛൻ്റെ ആഗ്രഹ സഫലീകരണമാണ് തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയും മറ്റും. അങ്ങനെ തിരുവാഭരണങ്ങൾ
അടങ്ങുന്ന ആദ്യത്തെ പേടകം, ചന്ദനത്തടിയിൽ തീർത്ത ആദ്യത്തെ പേടകം, അത് പൊന്നു 18-ാം പടി കടന്ന് കൊടിമരച്ചുവട്ടിൽ പ്രദക്ഷിണം വെച്ച് പിന്നീട് മുഖമണ്ഡപത്തിന് സമീപത്തുകൂടി ശബരിമല ക്ഷേത്രത്തിനകത്തേക്ക് പോകുന്നു. മറ്റ് 2 തിരുവാഭരണ പേടകങ്ങൾ നമുക്കറിയാവുന്നതുപോലെ അത് വലത്തേക്ക് തിരിഞ്ഞ് മാളികപ്പുറത്തേക്കാണ് പോകുന്നത്. കാരണം മാളികപ്പുറത്ത് ഇന്ന് ഈ മകരവിളക്കിന് ശേഷം വളരെ വിശേഷാൽപ്പെട്ട ചടങ്ങുകൾ മണിമണ്ഡപത്തും അതോടൊപ്പം തന്നെ മാളികപ്പുറത്തും നടക്കാൻ പോകുന്നു. അപ്പോൾ സ്വാഭാവികമായും അവിടേക്കുള്ള പൂജാദ്രവ്യങ്ങളും മറ്റുമായിട്ടാണ് ഈ മറ്റു 2 പേടകങ്ങൾ വരുന്നത്. അത് 18-ാം പടി കയറാതെ വലത്തേക്ക് തിരിഞ്ഞ് മാളികപ്പുറത്തേക്ക് പോകുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം പിന്നീട് തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന ഏതാണ്ട് 6:30 നടക്കുന്നു. ആ ദിവ്യ മുഹൂർത്തത്തിലാണ് ശബരിമല ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായ പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് 3 തവണ തെളിയുന്നത്. ആ ഒരു അസുലഭ നിമിഷത്തിനായി ഭക്തലക്ഷങ്ങൾ എവിടെയൊക്കെ നിന്നാൽ ആ മകരജ്യോതി കാണാൻ സാധിക്കുമോ, ഏതൊക്കെ ദിക്കുകളിൽ നിന്നാൽ പൊന്നമ്പലമേട് കാണാൻ സാധിക്കുമോ ആ സ്ഥലങ്ങളിലെല്ലാം ഭക്തന്മാർ വർണ്ണശാലകൾ തീർത്തുകൊണ്ട് അവിടെ കഴിഞ്ഞ ഒരാഴ്ച കാലമെങ്കിലുമായിട്ട് കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു മകരവിളക്കിൻ്റെ ദൃശ്യങ്ങൾക്കായി നമുക്കും കാത്തിരിക്കാം. അല്പസമയത്തിനകം തന്നെ ആ തിരുവാഭരണവും വഹിച്ചുകൊണ്ടുള്ള ആ ഘോഷയാത്രയുടെ വിവരങ്ങളുമായി ഗൂഗിൾ ചേരും. അതോടൊപ്പം തന്നെ മരക്കൂട്ടത്ത് ഞങ്ങളുടെ പ്രതിനിധി എം മനോജുണ്ട്. ശബരിമല സോപാനത്ത് അരുൺ കൊടുങ്ങൂരുണ്ട്. ആഴിയുടെയും 18-ാം പടിക്കും സമീപത്ത് ഏറ്റവും അധികം ഭക്തർ ശബരിമലയിൽ നിന്നുകൊണ്ട് മകരവിളക്ക് കാണാൻ കണ്ടു തൊഴാൻ ശ്രമിക്കുന്നത് ഈ 18-ാം പടിക്ക് സമീപത്തുള്ള മുറ്റത്താണ്. അവിടെ മിഥുൻ മുരളിയുണ്ട്. ഈ റിപ്പോർട്ടർമാരിലേക്കെല്ലാം നമുക്കെത്താം. അവിടെ നിന്നുള്ള തത്സമയ സംപ്രേഷണം, തത്സമയ ദൃശ്യങ്ങൾ, അയ്യപ്പന്മാരുടെ ശരണമന്ത്രങ്ങൾ കൊണ്ടുള്ള അവിടുത്തെ അന്തരീക്ഷം, അതെല്ലാം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ സർവ്വസജ്ജമാണ്.